ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ക്ഷാമമാണ്. ഇന്നലെ മുതൽ വളരെ ക്ഷാമമാണ്. ഇവരുടെ ന്യായീകരണ വീഡിയോകളൊന്നും വരുന്നില്ല, ന്യായീകരണ പോസ്റ്റുകളൊന്നും വരുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത്, ഷിബു സാറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ആരെയും പ്രകോപിപ്പിക്കരുത്, ആഘോഷിക്കരുത്. പണ്ട് സാറ് പ്രാകലായിരുന്നു, ഇപ്പോൾ പ്രായിറ്റും കാണുന്നില്ല. പ്രാർത്ഥനകളും പ്രതീക്ഷകളും മാത്രമാണ് ബാക്കി എന്നാണ് സാർ പറയുന്നത്. പ്രാർത്ഥനകളും പ്രതീക്ഷകളും മാത്രമാണ് ഷിബു സാറിൻ്റെ ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അക്കൗണ്ടുകളൊക്കെ ഇ.ഡി സർക്കാരിലേക്ക് മുതൽ കൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിപ്പിക്കും അല്ലേ, അതാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇത് കള്ളപ്പണമാണ് എന്ന് പറഞ്ഞിട്ട് ഇ.ഡി അത് പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് കൈമാറും. പിന്നെ ഒരു 10-30 ദിവസം കഴിഞ്ഞിട്ടാവും ഇവരുടെ അക്കൗണ്ടുകൾ പെർമനൻ്റ് ആയിട്ട് ഫ്രീസായി എന്നുള്ള സംഭവം വരും. അപ്പോൾ ഇവർക്കെതിരെ ആരെങ്കിലും കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മറ്റ് സ്വത്ത് വകകൾ കൂടി കണ്ടുകെട്ടാനുള്ള വകുപ്പുകളും വരും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ കെ ഡി പ്രതാപൻ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്, വ്യത്യസ്തനാമൊരു ബാർബല പോലെ. കെ ഡി പ്രതാപനെ നിങ്ങൾ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ള പാട്ട് പാടേണ്ടി വരും. അപ്പോൾ ഇ.ഡി 6 തവണ ഹാജരാകാൻ പറഞ്ഞിട്ട് 6 തവണയും ഹാജരാകാത്ത ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ. പുതിയ ന്യായീകരണമാണ്. 6 തവണ ഹാജരാകാൻ പറഞ്ഞിട്ടും 6 തവണയും ഹാജരാവാത്ത ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ. ഹാജരാകാത്ത മുൻ ധനമന്ത്രി തോമസ് ഐസക്. നിങ്ങൾ എന്തായാലും ഇ.ഡിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകണമെന്ന് പറഞ്ഞിട്ടും ഹാജരാവാത്ത തോമസ് ഐസക്. ഇങ്ങനെ കുറേ പേർക്കിടയിൽ 3 ദിവസമായി ഹാജരാകുന്ന പ്രതാപൻ സാർ, ശ്രീനാമാം. എന്നിട്ടും മാപ്രച്ചാനലുകാർ അതെന്താണ് മാപ്രച്ചാനലുകൾ? മാധ്യമപ്രവർത്തകരെയാണ് മാപ്ര എന്ന് പറയുന്നത്. പത്രക്കാരും യൂട്യൂബ് ശവന്തീനികളും പറയാൻ പാടില്ലാത്തത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വിഷമിപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇവരെയൊക്കെ ജനമധ്യത്തിൽ വിചാരണ കൂടാതെ തൂക്കിലേറ്റാൻ സത്യമെന്ന തൂക്കുകയർ വരും. നിങ്ങൾക്ക് എല്ലാവരും കൂടി ഒന്ന് പ്രാഗിയാൽ മാത്രം മതിയില്ലേ ഇവരൊക്കെ മുടിഞ്ഞു പോകണമെന്ന്. നമ്മുടെ റഷീദ് അലി മാസ്റ്റർ പ്രാഗിയ പോലത്തെ ഒരു പ്രാക്ക്, ഷിബു സാറ് പ്രാഗിയ പോലത്തെ ഒരു പ്രാക്കൊക്കെ പ്രാക്കിയാൽ പറയാം. ഇതിങ്ങനെ ഒരു സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങൾ പറയണം. ഇവരെയൊക്കെ ജനമധ്യത്തിൽ വിചാരണ കൂടാതെ തൂക്കിലേറ്റാൻ സത്യമെന്ന തൂക്കുകയർ വരും. അതിനു മുന്നേ ആ സത്യം വന്നിട്ട് നിൻ്റെ കഴുത്തിനങ്ങ് പിടിക്കും. ഇനിയും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു കുലുക്കിൽ കുലുക്കും. നീയൊക്കെ ചെയ്യുന്നത് മണി ചെയിൻ ആടാ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഗ്രൂപ്പിൽ വന്ന ന്യായീകരണ പോസ്റ്റാണ്. ഇഷ്ടപ്പെട്ടോ? ബൈ.